നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പെരുന്നാൾ അടുത്തിരിക്കെ തിരക്ക് മുന്നിൽ കണ്ട് UAE-യിലെ വിവിധ എമിറേറ്റുകളിലെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് അധികൃതർ. ആഘോഷവേളയിൽ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നടപടി. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ നൂറുകണക്കിന് ട്രാഫിക് പോലീസ് പട്രോളിംഗ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു. ഹെലികോപ്റ്റർ നിരീക്ഷണവും ശക്തമാക്കും. അപകടത്തിൽപ്പെടുന്നവർക്ക് എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കാൻ എയർ ആംബുലൻസ് ഉൾപ്പെടെ എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രികളിൽ മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്നും പോലീസ് അറിയിച്ചു. പാർക്ക്, ബീച്ച്, തീം പാർക്ക് തുടങ്ങി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഷോപ്പിംഗ് മാൾ ഉൾപ്പെടെ വാണിജ്യ കേന്ദ്രങ്ങളിലും താമസ കേന്ദ്രങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാർ ഗതാഗത നിയമം പാലിച്ചും വേഗം കുറച്ചും വാഹനം ഓടിക്കണം. സീറ്റ് ബെൽറ്റ് ധരിക്കുക, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക, വാഹനങ്ങൾക്കിടയിൽ സുരക്ഷിത അകലം പാലിക്കുക തുടങ്ങിയ ഗതാഗത നിയമങ്ങൾ പാലിക്കണം. അശ്രദ്ധമായി വാഹനം ഓടിക്കുക, ശബ്ദ മലിനീകരണം ഉണ്ടാക്കുക, അമിത വേഗം തുടങ്ങിയ നിയമലംഘനം നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷയും ഉണ്ടാകും. ബീച്ചുകളിലും കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ലൈഫ് ഗാർഡുകളുടെയും സാന്നിധ്യം ഉണ്ടാകും. ജനങ്ങൾ കൂടുതലായി എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സ്വകാര്യ കമ്പനിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിക്കും. ദുബായ്, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഫുജൈറ, അബുദാബി എമിറേറ്റുകളിലെ മസ്ജിദുകളിലും പാർപ്പിട മേഖലകളിലും മാർക്കറ്റുകളിലും 24 മണിക്കൂറും പട്രോളിംഗ് സംഘം ഉണ്ടാകും. അതേസമയം റമസാൻ മാസത്തിൽ കൃത്രിമ അവയവങ്ങൾ ശരീരത്തിൽ ഘടിപ്പിച്ച് ഭിക്ഷാടനം നടത്തി ആളുകളെ പറ്റിക്കുന്നവരെ സൂക്ഷിക്കണമെന്ന് ദുബായ് പോലീസ് വ്യക്തമാക്കി. റമദാൻ മാസത്തിൽ കൂടുതൽ ഭിക്ഷാടകർ എത്തുന്നത് കണക്കിലെടുത്ത് UAE-യിൽ വ്യാപക പരിശോധനകൾ നടത്തുന്നുണ്ട്. യാചകർ കൂടുതലായി എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കി. അത്തരം പ്രവണതകൾക്ക് തടയിടാൻ ദുബായ് പോലീസിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെന്നും അൽ ഷംസി പറഞ്ഞു. സമാനമായ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യാചകരെ സൂക്ഷിക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള മുന്നറിയിപ്പ് പോലീസ് പുറത്തിറക്കിയിരുന്നു. ആളുകളുടെ ദയനീയത പിടിച്ചുപറ്റാൻ അടവുകളുമായി എത്തുന്ന യാചകരുടെ കെണികളിൽ വീഴരുതെന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് റമസാൻ കാലം ലക്ഷ്യമിട്ട് വിസിറ്റിംഗ് വിസയിൽ ദുബായിലെത്തി പള്ളികൾക്ക് സമീപം കറങ്ങി നടന്ന പണം യാചിക്കലാണ് ഇവരുടെ പതിവ് രീതി. പിടിയിലായ 90% യാചകരും റമസാൻ മാസത്തിൽ വിസിറ്റിംഗ് വിസയിൽ സന്ദർശകരായി ദുബായിൽ എത്തിയവരാണെന്നും ഇത്തരത്തിലുള്ള യാചകരെ പിടികൂടാൻ തങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഒരു ടീമിനെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ബ്രിഗേഡിയർ ജനറൽ സായിദ് സുഹൈൽ അൽ അയലി പറഞ്ഞു. ഇത്തരക്കാരുടെ തട്ടിപ്പിൽ വീഴരുത്. ബെഗിംഗ് ഈസ് എ റോങ് കൺസെപ്റ്റ് ഓഫ് കമ്പാൻഷൻ എന്ന പേരിൽ പോലീസ് ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. ഭിക്ഷ തേടലിനൊപ്പം മോഷണവും കുട്ടികളെ ചൂഷണം ചെയ്യലും തുടങ്ങിയ കുറ്റകൃത്യങ്ങളും ഉണ്ടായേക്കാമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. 2022 റമസാൻ മാസത്തിൽ മാത്രം 604 യാചകരെയാണ് പോലീസ് പിടികൂടിയത്. എന്തായാലും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.